ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരമായ ഒരു അപ്ഡേറ്റ് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനും ജിത്തു മാധവനും കൂടി ഒന്നിക്കാൻ പോകുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ജിത്തു മാധവൻ്റെ ഒരു സിനിമ തന്നെ സൂര്യയായിട്ടുള്ള പടമാണ്. ആ സിനിമയുടെ പാക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, മറ്റു ടീസർ, ട്രെയിലർ ഇനി റിലീസ് ചെയ്ത് ഇതൊക്കെ വരുന്ന അപ്ഡേറ്റൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാലുടൻ ഇനി നമ്മുടെ ജിത്തു മാധവൻ കൈവർക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം ഡീക്കു ദുൽഖർ സൽമാൻ, ഒരേ ഒരു റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാറുമായിട്ടാണ് നമ്മുടെ സ്വന്തം ജിത്തു മാധവൻ കൈവർക്കാൻ പോകുന്നു. അതിലുണ്ടാകുന്നൊരു പ്രൊഡക്റ്റ് എൻ്റെ മോനെ വിശ്വസിക്കാൻ പോലും പറ്റില്ല. എങ്ങനെയായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരുപക്ഷെ ഈ ഒരു കാലത്തുണ്ടായിരുന്ന എല്ലാ സകലമാന റെക്കോർഡുകളും ഒറ്റ ഇതുകൊണ്ട് തീർക്കാനുള്ള പരിപാടി നമ്മുടെ ദുൽഖറിൻ്റെ ഉണ്ട്. എന്തായാലും ഗൈസ്, നമ്മൾ വലിയൊരു ആവേശത്തോടെ വെയിറ്റ് ചെയ്താണ് ഐ എം ഗെയിം. അതൊരു കിടുകിടാച്ചി പടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ ഡയറക്ടറാണ് അതിൻ്റെ ക്വാളിറ്റി, പിന്നെ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ഷൻ, പിന്നെ ആക്ടർ ഡീക്കു. കുറേ കാലങ്ങൾക്ക് ശേഷം, കൊത്തകൾക്ക് ശേഷം പിന്നെ നമ്മുടെ ഡീക്കു മലയാളത്തിൽ സജീവമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് സിനിമകളും അപ്പുറത്താണ്, തെലുങ്കിലോ തമിഴിലൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സിനിമ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേറ്റ് ആയിരിക്കും മാറുന്ന വിശ്വാസമുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഈ പറയുന്നതിന് ആവേശം തീർന്നിട്ടില്ല. ദുൽഖർ ജിത്തു മാധവൻ സിനിമ വരുന്നു. സൂര്യചിത്രത്തിൻ്റെ റിലീസിന് ശേഷം പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കും. ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങിയ പിന്നെ മോനെ ഷൂട്ടിങ്ങൾ തുടങ്ങിയ പിന്നെ ഒരു പോസ്റ്റർ കിട്ടിയാൽ മതി, സോഷ്യൽ മീഡിയ നിന്ന് കത്തും. അത് ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു റേഞ്ച് നമ്മുടെ ദുൽഖറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടാവില്ല. ഒരുപക്ഷെ ദുൽഖറിനെ എവിടെ കൂടെ നിർത്തിയാലും സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിന് നല്ലൊരു കളക്ഷൻ കിട്ടും. അതിന് ഉത്തമ ഉദാഹരണമാണ് ലക്കി ഭാസ്കർ ഉണ്ടാക്കിയൊരു ഓളം. അയ്യോ എൻ്റെ മോനെ, എന്തുന്നാ പടം അല്ലത്. ഒരടിയില്ല, ഇടിയില്ല, കുത്തില്ല, ഒരു തേങ്ങയുമില്ല. പക്ഷെ പടം അങ്ങോട്ട് കത്തി കയറി. അതാണ് ഡീക്കിൻ്റെ ഒരു അഭിനയം, പോക്കറ്റ് കയറിയിട്ടുള്ളൊരു അഭിനയം എൻ്റെ മോനെ. അയ്യോ, കടക്കാരൻ വന്ന് പോക്കറ്റ് കയറിച്ചിട്ട് പോകുന്നൊരു സീനിൽ കാണിച്ചിട്ട് വേണ്ടല്ലോ. അയ്യോ, അതൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ഇനി ഇതിൽ മലയാളത്തിൽ വരുമ്പം അദ്ദേഹം കാണിച്ചു കൂട്ടാൻ പോകുന്നത് ജിത്തു മാധവനാണ്. കാരണം ജിത്തു മാധവൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, എന്നാലും പറയുകയാണ് രോമാഞ്ചം, ആവേശം, ഇതൊക്കെ ഒരു സാധനം. പിന്നെ ഇപ്പോൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ബാലൻ നമ്മൾ വീട്ടിൽ തിരക്കഥയൊക്കെ ഇദ്ദേഹമാണ് എഴുതിയെന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഈ ദുൽഖറുമായിട്ട് എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു കഥയും കഥാപറച്ചിലും ആ ഒരു സിനിമാറ്റിക്കിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കും ഇത് വിഷ്വലൈസേഷൻ ചെയ്ത് നമ്മൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി എന്തായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ഒന്നാമത്തെ ദുൽഖറാണ്. ദുൽഖർ പറയുമ്പോൾ തന്നെ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റാണ് ഇപ്പോഴത്തെ. അദ്ദേഹത്തിന് പറഞ്ഞാൽ ഒരു സകലമാന റെക്കോർഡുകളും തീർക്കാനിറങ്ങിയ ഒരു കുഞ്ഞു പൈതൽ. പക്ഷേ ആളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും കയറി ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഹിറ്റ് അടിച്ച് അവിടത്തേക്ക് തന്നെ റിയൽ അവിടുത്തെ ഒരു സ്റ്റാറായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ആവേശം കൊള്ളിക്കുന്നൊരു പ്രകടനമാണ് അദ്ദേഹം എല്ലാ സിനിമ ഇൻഡസ്ട്രിയും പേര് കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെ നമുക്ക് ഒരിക്കലും മടുക്കാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. ഒരിക്കലും ആ സിനിമ കണ്ടിട്ട് നമ്മൾ മോശമായി എന്ന് പറയേണ്ട രീതിയിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമ വന്നിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ പോലീസ് കഥാപാത്രമായിട്ട്. പക്ഷേ ആ പടം ദുൽഖറല്ലാതെ വേറെ ആരെങ്കിലാണ് ആ പടം 8 നില പൊട്ടിയിട്ടുണ്ടാവും. പക്ഷേ ദുൽഖർ എന്ന അഭിനേതാവിൻ്റെ മികവ് കൊണ്ട് മാത്രം ആ സിനിമ വിജയിച്ചു എന്ന് പറയാൻ പറ്റും. അതൊരു കിടുക്കാഴ്ചയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരിഷ്മയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, പിന്നെ റോഷൻ ആൻഡ്രൂസ് ഒരു മികച്ചൊരു ഡയറക്ടറാണ്, അതിനൊരു ഒറ്റ സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത് പാളിച്ച് വന്നു എനിക്ക് തോന്നി ആ സിനിമയിലായിരുന്നു. പക്ഷേ അത് നികത്താൻ ദുൽഖറിനെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നതും അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ജിത്തു മാധവനും ദുൽഖറും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു ആവേശത്തിൻ്റെ വേറൊരു തലമായിരിക്കുമോ എന്നറിയില്ല. ഒരുപക്ഷെ ആവേശമൊക്കെ ദുൽഖറായിരുന്നെങ്കിൽ എന്തായിരിക്കുമ്പോൾ അയ്യോ കമോ വേറെ രീതിയിൽ പോയിട്ടുണ്ട് പടം. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ആവേശത്തെ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇയാളെ യൂണിവേഴ്സിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ആവേശത്തിൻ്റെ രംഗെണ്ണം കൂടി വരികയാണെങ്കിൽ പടം ഇനി തൂക്കി എറിയേണ്ടി വരും. അമ്മാതിരി സാധനം. എന്തായാലും ഈ ഒരു സിനിമയുടെ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആയി ഗൈസ്. കാരണം ഇതുപോലൊരു കോമ്പിനേഷൻ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എന്തായാലും നമ്മുടെ ഫഹദായിട്ടൊരു സിനിമ വന്നു, ഇപ്പോൾ സൂര്യയായിട്ട് വരുന്നു, അങ്ങനെ കുറേ പുതിയ ന്യൂജൻ പിള്ളേരുമായിട്ടൊരു സിനിമ വന്നു. അപ്പോൾ ഒരു ബിഗ് സ്റ്റാർ, ഇപ്പോൾ ഫഹദ് ഫാസിൽ ബിഗ് സ്റ്റാർ തന്നെയാണ്, പിന്നെ സൂര്യ ബിഗ് സ്റ്റാർ തന്നെയാണ്. എന്നാലും ഒരു പാൻ ഇന്ത്യ ബേസിൽ ഒരു സ്റ്റാറിൽ വെച്ച് ഒരു പടം ഇദ്ദേഹം ചെയ്യുകയാണ് എങ്ങനെ ഉണ്ടാകുന്നുള്ളൊരു ഭയങ്കര ആകാംക്ഷയുണ്ട്. കാരണം അത്ര നല്ലൊരു ഒരു കഴിവുള്ളൊരു ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാധാരണ ഒരു പ്രേക്ഷകൻ ചിന്തിച്ചാൽ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ജിത്തു മാധവൻ മാറിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ ഏറെ പ്രതീക്ഷിക്കാനുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇദ്ദേഹം വരുമ്പോൾ എല്ലാ ഭാഷയിലും കയറി നമുക്ക് റിലീസും കൊടുക്കാം, അതിനെ ഇറക്കിയ പടത്തിൻ്റെ 2 ഇരട്ടി വാരി കൂട്ടും ചെയ്യാം. അത് ദുൽഖർ ആയതുകൊണ്ട് തന്നെ പടം കയറി ചെറിയൊരു സ്പാർക്ക് വന്നാൽ തന്നെ പടം കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പടമിൽ നിന്ന് കത്തുകൊണ്ട് അമ്മാതിരി സാധനം ഉണ്ടാക്കാൻ പറ്റിയ. പിന്നെ ജിത്തു മാധവൻ്റെ റേഞ്ച് വേറെ ആയിരിക്കും. പിന്നെ ദുൽഖർ പിന്നെ ഓൾറെഡി റേഞ്ചൊക്കെ തെറ്റി എന്താണ് ഇനി വല്ല റേഞ്ചിൻ്റെ പുതിയ വല്ല ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നിർവചനം ഉണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയുടെ ന്യൂസും ഈ ഒരു സിനിമ ഇനി തുടങ്ങാൻ പോകുമ്പോൾ ഉള്ള പ്രോസ്പെക്ടേഷൻ തുടങ്ങിയെന്നൊരു ന്യൂസ് കിട്ടിയ മക്കളെ നിന്ന് കത്താൻ സോഷ്യൽ മീഡിയക്കുള്ള സമയമേ ഉള്ളൂ. പിന്നെ ഓരോരോ അപ്ഡേറ്റ് വരും. ഇപ്പോൾ IM ഗെയിം തന്നെ ഒരു അപ്ഡേറ്റ് വന്ന് കണ്ടതിന് കിളി പറന്ന് മാറിപ്പറക്കുന്ന ഒരു ആ ഒരു ഗ്രാൻഡ് അല്ലേ ഒരു വിഷ്വലൈസേഷൻ. എൻ്റെ മോൻ എന്താ സൂപ്പർ. അത് ദുൽഖറിൻ്റെ ഒരു കരിഷ്മ സോ മാൻ അപ്പനെ പോലെ തന്നെയാണ് മകനും, ഒരു രക്ഷയില്ല. ഇത്രമാത്രം കരിഷ്മയുണ്ട്, പൊളിയാണ്. എന്തായാലും ഈ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഇതുമായി ഷെയർ ചെയ്യുന്ന ഏറ്റവും ഫസ്റ്റ് ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ടിരിക്കുക. വളരെ മഴയും കാര്യമൊക്കെ ഉള്ളത്, ഫുട്ബോളൊക്കെ കാണുക. എല്ലാവരും ഭയങ്കര കെയർ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ സിനിമകളുടെ അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പോൾ ഗൈസ് ജിത്തു മാധവനാണ്, ദുൽഖറാണ്, പൊളിച്ചെടുക്കും. സിനിമ നമ്മൾ ഫസ്റ്റ് ഡേ കാണും ചെയ്യും. ഓക്കെ ഗൈസ്, എന്തായാലും എല്ലാവരും സേഫായിരിക്കും. മഴയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആവേശത്തോടെ ഫുട്ബോളെല്ലാം കണ്ട് എൻജോയ് ചെയ്യും. ആരും പഴി പറയാതെയും കുറ്റം പറയാതൊക്കെ ജീവിക്കുക. എല്ലാവരും സുഖമായിരിക്കുക, കെയർ ആയിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക. ഓക്കെ ഗൈസ്, ബൈ, സീ യു.